2024 മസ്കറ്റ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പതിവ് പോലെ അറബ് മേഖലയിൽ നിന്നുമുള്ള ഇറാനും മൊറോക്കോയും ഈജിപ്തുമൊക്കെ നേട്ടങ്ങൾ കൊയ്തു. പക്ഷികൾക്ക് പറയാനുള്ളത് എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമാണ് നീലാഞ്ജനയ്ക്ക് പ്രത്യേക ജൂറി പുരസ്കാരം നേടിക്കൊടുത്തത്. കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന സിനിമയിൽ 13 വയസ്സുള്ള ഗ്രാമീണ പെൺകുട്ടിയെയാണ് നീലാഞ്ജന അവതരിപ്പിച്ചത്. ഈ കഥ ചിൽഡ്രനെ പറ്റിയിട്ടാണ്. അതും സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള ചിൽഡ്രനും അതിന്റെ ലോങ് ടേം എഫക്ട്സ് എന്താണെന്നും ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയാണ്. നീലാഞ്ജനയുടെ അമ്മയും ഒമാനിലെ ചലച്ചിത്ര പ്രവർത്തകയുമായ സുധാ രാധികയാണ് പക്ഷികൾക്ക് പറയാനുള്ളത് എഴുതി സംവിധാനം ചെയ്തത്. മസ്കറ്റിൽ ജനിച്ച നീലാഞ്ജന അമേരിക്കയിൽ ചലച്ചിത്ര വിദ്യാർത്ഥിയാണ്. സ്വീഡനിലെ ഹോപ്പ് ഫിലിം ഫെസ്റ്റിവലിലും വുമൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലും നീലാഞ്ജന ഫൈനലിസ്റ്റ് ആയിരുന്നു. ഒമാനിൽ നിന്നുമുള്ള 36 ഷോർട്ട് ഫിലിമുകളും 6 ഡോക്യുമെന്ററികളും മത്സര വിഭാഗത്തിൽ മാറ്റുരച്ചു. സമാപന ചടങ്ങിൽ സൈദ ഹുജൈജ ബിന്ത് ജൈഫർ അൽ സായിദ് മുഖ്യാതിഥിയായിരുന്നു. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.